എടവനക്കാട് കടൽക്കയറ്റ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കടലേറ്റത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എടവനക്കാട് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തിലെ വിലയിരുത്തലുകൾ എന്തെല്ലാമാണ്? വിവരങ്ങൾ. സംഗീത അല്പനേരം മുൻപാണ് ഇപ്പോൾ കടൽക്കയറ്റ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന എടവനക്കാട് പ്രദേശത്ത് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഹൈബിയുടെ എം.പിയും അടക്കമുള്ളവർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സന്ദർശനത്തിലെത്തിയത്. അദ്ദേഹം ഇവിടുത്തെ വീടുകളെല്ലാം കാണുകയാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒരു കാലത്ത് റോഡായിരുന്നു. പക്ഷേ ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ റോഡില്ല. പകരം ഈ കാണുന്നത് പോലെ മണൽ കയറി ഈ റോഡുകൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ കാണുന്നത് പോലെയാണ് മണൽ കയറി ഈ പരിസരം മുഴുവൻ തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മാത്രമല്ല ചുറ്റുപാടുമുള്ള വീടുകൾ എല്ലാം തകർന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടെ ഈ കടൽക്കയറ്റ അല്ലെങ്കിൽ കടൽക്ഷോഭത്തിൽ മാത്രം 4 വീടുകൾ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. രാവിലെ ഒരു 11 മണിയായാൽ ഒട്ടുമിക്ക വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും അവിടുത്തെ പ്രദേശവാസികൾ തന്നെ ഈ വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവിനോടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈബിയുടെ എം.പി അടക്കമുള്ളവർ ഇവിടുത്തെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേക കടൽക്കയറ്റ ഭീഷണിയിലാണ്. ഒട്ടുമിക്ക വീടുകളും തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ വീടുകളിലേക്ക് രാവിലെ 11 മണി കഴിഞ്ഞാൽ വെള്ളം ഇരച്ചു കയറും. കടൽക്ഷോഭത്തെ തുടർന്ന് ഒട്ടുമിക്ക വീട്ടുകാരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൃത്യമായ ഒരു താമസം ഇവർക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ താമസസൗകര്യം ഒരുക്കാൻ പല ഘട്ടങ്ങളിലും കഴിയുന്നില്ല എന്നുള്ളൊരു പരാതിയും ഇവർക്കുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടുകളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീടുകൾ കാണുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് പല കാര്യങ്ങളും ജനങ്ങൾ പറയുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതാ വീട്ടമ്മമാരെല്ലാം വന്ന് പ്രതിപക്ഷ നേതാവിനെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പറയുകയുമാണ് ചെയ്യുന്നത്. വലിയ ദുരിതത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക വീട്ടുകാരും ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഇവിടെ തന്നെയാണോ താമസം? ഇവിടെ തന്നെ താമസം ഇവിടെ തന്നെയാണ്. ഇതാണ് വെള്ളം എല്ലാ ദിവസവും വെള്ളം കോരലും പെരേന്ന് കോരിക്കളയലുമാണ്. പെരേന്ന് വാടകയ്ക്ക് പോകാനുള്ള മാർഗമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിൽ തന്നെ വെള്ളം കോരിക്കളഞ്ഞ് 10, 12 മണി, 1 മണി, 2 മണിയാകുമ്പോഴൊക്കെ കയറി കിടക്കും. എല്ലാ ദിവസവും ഇത് തന്നെ? എല്ലാ ദിവസവും ഇത് തന്നെയാണ്. വെള്ളം തീരെ ഞങ്ങൾക്ക് പണിക്ക് വരെ പോയി വരാൻ പറ്റില്ല. പണിക്ക് പോയി വന്നെങ്കിൽ നടന്ന് ആരെങ്കിലും സഹായിച്ച് പിടിച്ചൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നാക്കണം. തൊഴിലുറപ്പിനൊക്കെ പോകും. അത് പോയി വന്നത് ആരെങ്കിലും പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കി തന്നെ. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കടലിൽ കൊണ്ടുപോകും. അത്രയും വെള്ളവും വീട്ടുകാരൊക്കെ അത്യാവശ്യം വീട്ടുകാരൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണോ? ഒഴിയണില്ല. ഞങ്ങൾ ഇവിടെ തന്നെ എന്തായാലും ഞങ്ങൾക്ക് മറ്റു വീട്ടുകാരുടെ ഒഴിഞ്ഞു പോകുന്ന ആളുകളുണ്ടോ? ഇല്ല, ഒരു വീട്ടുകാർ മാത്രം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാത്തൊരവസ്ഥ ഇല്ല. അത് കാരണം ഇവിടെ തന്നെ അഴിച്ചു വിട്ടണം. ഗതികേടിലാണ് ആളുകൾ. ഗതികേടിലാണ്, എല്ലാവരും ഗതികേടിലാണ്. അതുതന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗതികേടിൽ കഴിയുന്ന നിരവധി ജനങ്ങൾ അവരവരുടെ പ്രയാസങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ വീടെല്ലാം പൂർണ്ണമായും തകർന്ന് ഈ പകുതിയോളം വെള്ളം കയറിയതാ ഒരു വാതിലാണ് ഈ കാണുന്നത്. ആ വാതിലിൻ്റെ പകുതിയോളം വെള്ളം കയറിക്കഴിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. ഈ വാതിലൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് പകുതിയോളം വെള്ളം കയറി. വെള്ളമല്ല, മണൽ കയറി. ഈ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മണൽ കയറ്റമാണ്. ആ മണലെല്ലാം കയറി. ഇനി ഇതെല്ലാം നന്നാക്കിയെടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വില വരും. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ഇത്രയും പണം കണ്ടെത്തുക പ്രയാസമാണ് എന്നുള്ളതാണ്. എന്താ ചേട്ടാ? അതുകൂടാതെ ഇവിടെ ഈ വീട് പണിയാൻ 2 ലക്ഷം രൂപയാണ് അന്ന് സുനാമിക്ക് കൊടുത്തത്. ഒരു വീട് 100 വീടോളം കാസ ഗ്രൂപ്പ് പണിത് കൊടുത്തു. 12 കോടി രൂപ കൂടെ കിട്ടിയിട്ട് ജനങ്ങൾക്ക് 2 ലക്ഷം കൊടുത്ത് പട്ടയം കൊണ്ട് ബാങ്കിൽ വെച്ചിട്ട് ഇപ്പോൾ ബാങ്ക് ജപ്തിയാണ് എല്ലാ വീടുകളിലും നോട്ടീസ് വിട്ടുകൊണ്ടിരിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നും പറഞ്ഞാണ് നിൽക്കണം. അതിൻ്റെ ഇടയിൽ കടലേറ്റവും ഇതും കൂടി 20 വർഷമായി ഇത് തുടങ്ങിയിട്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോകാനായിട്ട് ഒട്ടും പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളതിൽ കിടക്കുന്നുണ്ട്. ഭൂമാഫിയ എന്ന് പറഞ്ഞാൽ സ്ഥലം, നമ്മുടെ സ്ഥലം ഗവൺമെന്റിന് എഴുതി കൊടുത്തിട്ട് 10 ലക്ഷം രൂപ വന്നിട്ട് 6 ലക്ഷം രൂപ സ്ഥലത്തിനും 4 ലക്ഷം രൂപ. അതുതന്നെയാണ് ഇവർക്ക് ഈ ഒരു സൂചിപ്പിക്കുന്നത്. എടവനക്കാട്ടെ കടൽക്കയറ്റത്തിന്റെ ദുരിത കാഴ്ചകളാണ് ഇപ്പോൾ സഹിൻ പങ്കുവച്ചുകൊണ്ടിരുന്നത്. എടവനക്കാട് കടൽക്കയറ്റ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശിക്കുകയാണ്.